നമസ്കാരം. ഇന്ന് കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് ശ്രീ വി ഡി സതീശൻ നടത്തിയ ഒരു പ്രസ്താവന ശ്രദ്ധയിൽപ്പെട്ടു. കേരളത്തിലേക്ക് എല്ലാ രോഗങ്ങളും കടന്നു വരുന്നു എന്ന് അദ്ദേഹം ഒരു ആരോപണം ഉന്നയിച്ചിരിക്കുന്നു. ഇന്ന് നിപ്പ ബാധിച്ച് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഒരു 14 വയസ്സുള്ള ഒരു പിഞ്ചോമന കുഞ്ഞ് മരണപ്പെട്ടു എന്നുള്ള ദുഃഖകരമായ വാർത്തകൾക്കിടയിലാണ് ഉത്തരവാദപ്പെട്ട ഒരു പ്രതിപക്ഷ നേതാവ് സ്ഥാനത്തിരിക്കുന്ന ഒരു വ്യക്തി കേരളത്തിലേക്ക് എല്ലാ രോഗങ്ങളും വരുന്നു എന്നുള്ളൊരു ആരോപണം ഉന്നയിച്ചത്. നിപ്പയെ ഏതെങ്കിലും ഒരു സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് തടയാൻ സാധിക്കുമെന്ന് ലോകത്ത് ഒരു സ്ഥലത്തും തെളിയിച്ചിട്ടില്ലെന്നിരിക്കെ ഈ നിപ്പ ബാധിച്ച ദിവസം ആ രോഗവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടാണ് ആരോപണം ഉന്നയിച്ചിരിക്കുന്നത്. എന്നാൽ ലോകത്ത് ആദ്യമായി നിപ്പ പിടിപെട്ടുകൊണ്ട് വളരെ കൃത്യമായിട്ട് രോഗികളെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്ന ഒരു സംസ്ഥാനമാണ് കേരളം. അത് കേരളത്തിലെ ഗവൺമെൻറ്റിൻ്റെ മാത്രം നേട്ടമാണെന്നുള്ള ഒരു തെറ്റിദ്ധാരണയൊന്നും എനിക്കില്ല. കേരളത്തിലെ സാധാരണ ആരോഗ്യ പ്രവർത്തകർ മുതൽ കേരളത്തിലെ ജനങ്ങൾ മുതൽ കേരളത്തിൻ്റെ ആരോഗ്യമന്ത്രി, മുഖ്യമന്ത്രി വരെയുള്ള എല്ലാവരുടെയും കൂട്ടായ പരിശ്രമത്തിൻ്റെ വിജയമാണ് കേരളത്തിൽ നിപ്പ ബാധിച്ചവരെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ സാധിച്ചതും കൂടുതൽ ആളുകളിലേക്ക് അത് പകരാതെ പിടിച്ചു നിർത്താൻ സാധിച്ചതും എന്നുള്ള വ്യക്തമായ വിശ്വാസം സതീശനില്ലെങ്കിലും കേരളത്തിലെ എല്ലാ ജനങ്ങൾക്കുമുണ്ട്. കേരളത്തിലെ പ്രതിപക്ഷ നേതാവും കേരളത്തിലെ മാധ്യമങ്ങളും ഗവൺമെൻറ്റിനെ വിമർശിക്കണം കാതലായ പ്രശ്നങ്ങളിൽ. അതിന് ഗവൺമെൻറ് കൃത്യമായ മറുപടിയും ജനങ്ങൾക്ക് ബോധ്യപ്പെടുന്ന രൂപത്തിലുള്ള വിശദീകരണവും കൊടുക്കാൻ ഗവൺമെൻറ്റിൻ്റെ ബാധ്യതയുണ്ട്. അതിനെ ഒരു തരത്തിലും ആ വിമർശനങ്ങളെ പ്രതികാര ബുദ്ധിയോടുകൂടി കാണേണ്ട കാര്യവുമില്ല. എന്നാൽ ഇന്ന് പ്രതിപക്ഷ നേതാവ് നടത്തിയ പ്രസ്താവന യാതൊരു അടിസ്ഥാനവുമില്ലാത്തതായിപ്പോയി. കാരണം പ്രതിപക്ഷ നേതാവിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഗൗരവമായി കാണേണ്ട ഒരു വിഷയം, നമ്മുടെ കോഴിക്കോട് ജില്ലയിലുള്ള അർജുൻ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ ജീവിച്ചിരിപ്പുണ്ടോ ഇല്ലയോ എന്ന് അറിയാതെ ഇന്ന് 6ാമത്തെ ദിവസമാണ് തിരച്ചിൽ നടക്കുന്നത്. അതും കോൺഗ്രസ് ഭരിക്കുന്ന കർണാടക സംസ്ഥാനത്ത്. ആ സംസ്ഥാനത്തെ ഗവൺമെൻറ്റിൽ സ്വാധീനമുള്ള 2ാമത്തെ വ്യക്തി മലയാളിയാണ്, ശ്രീ KC വേണുഗോപാൽ. ശ്രീ രാഹുൽ ഗാന്ധി കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ നേരിട്ട് സ്വാധീനിക്കാൻ കഴിയുന്ന മറ്റൊരു വ്യക്തി ശ്രീ വേണുഗോപാൽ. അദ്ദേഹം മലയാളിയാണ്. അദ്ദേഹത്തെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് ആ പ്രശ്നത്തിൽ ശക്തമായി ഇടപെട്ടുകൊണ്ട് അവിടെ ആ നഷ്ടപ്പെട്ടു പോയ ജീവനോടെ അർജുനെ തിരിച്ചു കിട്ടുമായിരുന്ന ആ മണിക്കൂറുകളിലെ തിരച്ചിലിനെ ഏകോപിപ്പിക്കുന്നതിന് വേണ്ടി ഗൗരവമായി ഇടപെടുന്നതിന് പകരം ഇന്ന് 6ാമത്തെ ദിവസം മാത്രമാണ് കാര്യമാത്രമായ ഒരു തെരച്ചിൽ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ആ ഒരു വേളയിലാണ് പ്രതിപക്ഷ നേതാവ് ആരോപണം ഉന്നയിക്കുന്നത്. അദ്ദേഹം എന്തും പറയുമ്പോഴും അദ്ദേഹം ഒരു കാര്യം ആലോചിക്കേണ്ടതുണ്ട്. അദ്ദേഹം കേരളത്തിൽ മാനേജ്മെൻറ്റ് കോട്ടയിൽ പ്രതിപക്ഷ നേതാവായി എന്നുള്ള കാര്യം അദ്ദേഹം മറന്നു പോകരുത്. കഴിഞ്ഞ ദിവസം ഉമ്മൻചാണ്ടിയുടെ അനുസ്മരണ പരിപാടിയുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിൻ്റെ ഭാര്യ മറിയാമ്മ ഉമ്മൻചാണ്ടി അവരൊരു ആരോപണം കൂടെ ഉന്നയിച്ചു. ഉമ്മൻചാണ്ടിയുടെ കൂടെ നേരത്തെ സജീവമായിട്ടുണ്ടായിരുന്ന അദ്ദേഹം കൈപിടിച്ചുയർത്തിയ പ്രതിസന്ധി ഘട്ടങ്ങളിൽ അദ്ദേഹം സഹായിച്ച ചില ആളുകളെ ഇപ്പോൾ കാണാനില്ല എന്ന് അവരൊരു ആരോപണം ഉന്നയിക്കുകയുണ്ടായി. ഉമ്മൻചാണ്ടി രോഗബാധിതനായിക്കൊണ്ട് ഇനിയൊരു രാഷ്ട്രീയത്തിലേക്കുള്ള തിരിച്ചുവരവ് ഉണ്ടാവില്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ ഇവിടെ പ്രതിപക്ഷ നേതാവിനെ തിരഞ്ഞെടുക്കേണ്ട വേളയിൽ പല ആളുകളും ചാഞ്ചാട്ടം കാണിച്ചുകൊണ്ട് അദ്ദേഹത്തിൽ നിന്ന് അകന്നുകൊണ്ട് ശ്രീ വി ഡി സതീശൻ, അതായത് KC വേണുഗോപാലിൻ്റെ നോമിനിയായ വി ഡി സതീശനെ പിന്തുണച്ചതിനെക്കുറിച്ചാണ് അവർ സൂചിപ്പിച്ചത് എന്നത് വളരെ വ്യക്തമാണ്. ഇവരൊക്കെ തന്നെ അവസാന ഘട്ടത്തിൽ ശ്രീ രമേശ് ചെന്നിത്തലയെ പ്രതിപക്ഷ നേതാവ് സ്ഥാനത്തേക്ക് ശ്രീ ഉമ്മൻചാണ്ടി നിർദ്ദേശിച്ചു എന്നും ഭൂരിപക്ഷം MLA മാർ രമേശ് ചെന്നിത്തലയെ പിന്തുണച്ചു എന്നും എന്നാൽ AICC ജനറൽ സെക്രട്ടറി വേണുഗോപാൽ ഇടപെട്ടുകൊണ്ട് ഭൂരിപക്ഷമുള്ള രമേശ് ചെന്നിത്തലയെ വെട്ടിക്കൊണ്ട് ന്യൂനപക്ഷം MLA മാരുടെ പിന്തുണ മാത്രമുണ്ടായിരുന്ന വി ഡി സതീശനെ പ്രതിപക്ഷ നേതാവാക്കി എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. ശ്രീ ഉമ്മൻചാണ്ടി തന്നെയാണ് തൻ്റെ ആത്മകഥയിൽ താൻ ശ്രീ വേണുഗോപാലിൻ്റെ വീട്ടിൽ പോയിട്ട് ഏതെങ്കിലും പേര് ഡൽഹിയിൽ നിന്ന് കിട്ടിയിട്ടുണ്ടോ എന്ന് ചോദിച്ചുവെന്നും ഇല്ല എന്ന് പറഞ്ഞപ്പോൾ താൻ രമേശ് ചെന്നിത്തലയെ പിന്തുണച്ചുവെന്നും ഭൂരിപക്ഷം MLA മാർ രമേശ് ചെന്നിത്തലയെ പിന്തുണച്ചുവെന്നും എന്നാൽ ആ പേര് വെട്ടിക്കൊണ്ട് ഭൂരിപക്ഷമില്ലാതിരുന്ന വി ഡി സതീശനെ പ്രതിപക്ഷ നേതാവാക്കി എന്നും പറഞ്ഞത് കേരളത്തിലെ ഒരു രാഷ്ട്രീയ നേതാവിന് ലഭിച്ച ഏറ്റവും വലിയ വിലാപയാത്രകളിൽ ഒന്ന് ലഭിച്ച ശ്രീ ഉമ്മൻചാണ്ടി തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ആത്മകഥയിൽ ഈ ആരോപണം ഉന്നയിച്ചിരിക്കുന്നത്. അപ്പോൾ ഒരു തരം മാനേജ്മെൻറ്റ് കോട്ട നിയമനമാണ് കേരളത്തിലെ പ്രതിപക്ഷ നേതാവിൻ്റെത്. ഭൂരിപക്ഷമുള്ള ചെന്നിത്തലയെ വെട്ടിയിട്ടാണ് ശ്രീ വി ഡി സതീശൻ പ്രതിപക്ഷ നേതാവിൻ്റെ കസേരയിൽ ഇരിക്കുന്നത് എന്നുള്ളത് അദ്ദേഹത്തോട് മറന്നുപോവുകയാണ്. അദ്ദേഹത്തിന് കേരളത്തിൽ MLA മാരുടെ ഭൂരിപക്ഷം ഉണ്ടായിരുന്നില്ല. ശ്രീ KC വേണുഗോപാലിന് കേരളത്തിലെ മുഖ്യമന്ത്രി പദത്തിലേക്ക് കടന്നു വരാനുള്ള ഒരു അവസരം ഒരുക്കുന്നതിന് വേണ്ടിയിട്ട് ഏതെങ്കിലും തരത്തിൽ ഭാവിയിൽ മുഖ്യമന്ത്രിയാവാൻ അവസരം ലഭിച്ചാൽ രമേശ് ചെന്നിത്തലയെ വഴിയിൽ നിന്ന് മാറ്റി നിർത്തുന്നതിന് വേണ്ടി ഒരു ഇടത്താവളം എന്നുള്ള നിലക്ക് വി ഡി സതീശനെ നിയമിച്ചിരിക്കുകയാണ്. ഇപ്പോൾ വി ഡി സതീശനെ ഏത് സമയവും എടുത്തു മാറ്റാവുന്നത് കൊണ്ടാണ് അദ്ദേഹത്തെ പിടിച്ച് പ്രതിപക്ഷ നേതാവ് സ്ഥാനത്തിരുത്തിയിരിക്കുന്നത്. അങ്ങനെ മാനേജ്മെൻറ്റ് കോട്ടയിൽ പ്രതിപക്ഷ നേതാവ് സ്ഥാനത്തിരിക്കുന്ന ഒരാൾ യാതൊരു അടിസ്ഥാനവുമില്ലാതെ നിപ്പ ബാധിച്ച് ഒരു കുട്ടി മരിച്ച ദിവസം തന്നെ കേരളത്തിലേക്ക് എല്ലാ രോഗവും വരുന്നു, അതിന് ഈ ഗവൺമെൻറ്റാണ് ഉത്തരവാദി എന്നുള്ള രൂപത്തിൽ ആരോപണം ഉന്നയിക്കുന്നത് ഒരു പ്രതിപക്ഷ നേതാവിൻ്റെ വിശ്വാസ്യതയെ തന്നെ ബാധിക്കുന്ന കാര്യമാണ്. അതൊരു തരം
ലജ്ജാകരമാണ്, അപലപനീയമാണ്. ഇത്തരം പ്രസ്താവനകൾ ഒരു പ്രതിപക്ഷ നേതാവിൻ്റെ ഭാഗത്തു നിന്ന് വരരുത്. അങ്ങ് ഗൗരവമായി ഇടപെടേണ്ടത്. ഇനിയെങ്കിലും ആ ചെറുപ്പക്കാരനെ ആ കർണാടകയിൽ നിന്ന്, ആ മൺകൂനകൾക്കടിയിൽ നിന്ന് കണ്ടെത്താൻ ഗൗരവമായ തെരച്ചിൽ നടത്താൻ കോൺഗ്രസ് ഭരിക്കുന്ന കർണാടകയിലെ ഗവൺമെൻറ്റിനോട് ആവശ്യപ്പെടുകയാണ് അങ്ങ് ചെയ്യേണ്ടതെന്ന് വിനീതമായിട്ട് അഭ്യർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.